ലൈഫ് എന്ന് പറയുന്നത് ഒരു വിവാഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു കുടുംബജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരു മകളെന്ന രീതിയിലും ഒതുങ്ങുന്നതല്ല, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല. നമുക്കൊരു വ്യക്തിത്വം എപ്പോഴും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതേ രീതിയിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന നിരവധി സഹോദരിമാരുണ്ട്. അവരും ഡൈവേഴ്സും അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. താങ്കൾ ആ മാനസിക സംഘർഷങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നൊരു വ്യക്തിയാണ്. അവരോട് എന്തുപദേശമാണ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് എല്ലാവരോടും പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് ഒരു വിവാഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു കുടുംബജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരു മകളെന്ന രീതിയിലും ഒതുങ്ങുന്നതല്ല, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല. നമുക്കൊരു വ്യക്തിത്വം എപ്പോഴും ഉണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ആരാണെന്നും നമ്മുടെ വ്യക്തിത്വം എന്താണെന്നും നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്നും നമ്മൾ എത്രത്തോളം കഴിവ് കുറവുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി, നമുക്ക് എതുവരെ സഞ്ചരിക്കുക എന്നുള്ള വ്യക്തമായ ക്ലാരിറ്റി അത് എപ്പോഴും ഒരു പെണ്ണെന്ന നിലയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ക്ലാരിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ എന്ന് ഏൺ ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് തന്നെയാണ് എൻ്റെ ഈ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആരൊക്കെ തന്നെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ചെയ്തു തരാം, സഹായിക്കാമെന്നെങ്കിലും, പക്ഷേ നമ്മൾ തന്നെ ഇറങ്ങുക, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ. പലരും പലതും പറഞ്ഞു പോകും. ഇന്നലെ കണ്ടവർ നമ്മളെ കുറ്റം പറഞ്ഞ അതേ ആൾക്കാർ തന്നെ ഇന്ന് വന്ന് പറയും, അയ്യോ നിങ്ങൾ ഇത്രയാണോ, നിങ്ങൾ ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ കുറ്റം പറഞ്ഞ് തള്ളി നിർത്തിയ എൻ്റെ പല ഫ്രണ്ട്സും ഞാൻ ഇത് ചെയ്തത് കണ്ടിട്ട് എന്നോട് പറയുന്നുണ്ട്, അഞ്ചു നിനക്കിതൊക്കെ ഇങ്ങനെ പറ്റുന്നുണ്ട്, നിന്നെ സമ്മതിക്കണം. അന്ന് എന്നെ എന്തെല്ലാം പറഞ്ഞവരാണ്. അതുകൊണ്ട് പലരും പലതും പറയട്ടെ, ചെവി കൊടുക്കണ്ട. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക, നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക, അതിനെ മാത്രം നോക്കി നടക്കുക.